2025 താർ റോക്സ് ആണ്. ബേസ് മോഡലാണ്. ബേസ് മോഡലും ഫുൾ ഓപ്ഷനും ഉണ്ട്. എനിക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് ബേസ് മോഡൽ എടുക്കുന്നതാണ്. രണ്ടിനും DRലും വരുന്നുണ്ട്, താഴെ ഫോഗ് ലാമ്പും വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 226 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് രണ്ട് വണ്ടിക്കും ഉള്ളത്. ഫോഗ് ലാമ്പും വരുന്നതാണ്, DRലും വരുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അലോയ് വീൽ വരുന്നില്ല, വീൽ റിമ്മാണ് വരുന്നത്. 19 സൈസിൻ്റെ വീൽ റിമ്മാണ് വരുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് ഒരു അലോയ് വീൽ മേടിച്ചിട്ടാൽ മതി. 40 രൂപ 50 രൂപ ഉള്ളാകത്തുള്ള. പിന്നെ ഒരു സൈഡിലൊരു താർ റോക്സിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. 360 ഇല്ലാത്തതുകൊണ്ട് മാനുവൽ മിറർ അസംബ്ലിയാണ്. 2 വൈപ്പറും ഉണ്ട്. സൈഡിലോട്ട് താഴോട്ട് വരുമ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. 2 സൈഡിലും ഹാൻഡിൽസ് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലാണ് ചെറിയ ഹാർഡ് ടോപ്പ്. മറ്റേ 2024 മോഡൽ താറിന് വലിയ ഹാർഡ് ടോപ്പാണ് വരുന്നത്. ഇതിന് സൈഡ് വെച്ചൊരു ചെറിയൊരു എങ്കോണിച്ചൊരു ഹാർഡ് ടോപ്പാണ് വരുന്നത്. ബ്ലാക്കും വൈറ്റുമാണ് വരുന്നത്. വണ്ടി വൈറ്റ് കളറായതുകൊണ്ട് ആ ഹാർഡ് ടോപ്പിന് ബ്ലാക്ക് കളറാണ് വരുന്നത്. അന്നേരം ഒരു വൃത്തികേട് പോലെ തോന്നും. പക്ഷേ ഇത് ഫുൾ ബ്ലാക്ക് എടുക്കുവാണെങ്കിൽ ആ വൃത്തികേട് കാണത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗം വൈറ്റ് വല്ല സ്റ്റിക്കറിങ് ഒട്ടിക്കണം, എന്നാൽ ആ വൃത്തികേട് മാറിക്കിട്ടും. പക്ഷേ ടെയിലാമ്പെന്ന് പറയുമ്പോൾ ഈ ഷേപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. സി പോലെ വന്നിരിക്കുന്ന ഒരു ബ്രേക്ക് ലൈറ്റ്, നടുക്കത്തെ പോർഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റും, പിന്നെ പുറകിലൊരു ടെയിൽ ഗേറ്റ് ഗ്ലാസ്സും ഉണ്ട്. നടുക്കൊരു സ്പെയർ വീൽ വെക്കുന്നതിൻ്റെ ഒരു പോർഷനുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാ 2024 താറ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യുക. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്. 2 സീറ്റും മറിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇട കിട്ടും. പഴയ 2024 താറിലെ അതേ ഒന്നും കൂടെ സ്പേസ് കൂടുതലുണ്ട്. താർ റോക്സിന് 5 ഡോർ ആകുമ്പോൾ ഇച്ചിരി കൂടെ സ്പേസ് കൂടുതൽ വരുന്നുണ്ട്. ബേസ് മോഡൽ താർ റോക്സിൻ്റെ ഇന്റീരിയർ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡോർ ആദ്യം തുറക്കുമ്പോൾ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടൊരു വൈറ്റും ബ്ലാക്കും കൂടെ കൂടിയൊരു ഡോർ പാഡാണ്. അതിൻ്റെ ഇവിടെ ഒരു താർ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഹാൻഡിലുണ്ട്. ഇത് ലോക്ക് ചെയ്യാൻ എഴുതിയത്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് 4 പവർ വിൻഡോ സ്വിച്ചും പിന്നെ ഡോർ ഗ്ലാസിൻ്റെ സ്വിച്ചും ഉണ്ട് ലോക്ക് ചെയ്യുന്നതിൻ്റെ. ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഓപ്ഷനിൽ നമുക്ക് ഇത് വെക്കാം. ഓട്ടോ പവർ വിൻഡോയുടെ ആഫ്റ്റർ മാർക്കറ്റ് പിടിപ്പിക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ താറിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. പിന്നെ ബേസ് മോഡൽ ആയതുകൊണ്ട് സാധാ ടൈപ്പ് തന്നെയാണ്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും താക്കുന്നതും, ഇത് ഹൈറ്റ് കൂട്ടുന്നതും ഹൈറ്റ് കുറയ്ക്കുന്നതുമാണ് സീറ്റിൻ്റെ. ഇത് നല്ല ലെതറിനെക്കാട്ടിൽ നല്ലൊരു സോഫ്റ്റ്നെസ് ആയിട്ടുള്ളൊരു സീറ്റ് കവറാണ്. നല്ലൊരു ബാഡ്ജിങ് ഉണ്ട്, താറെന്നുള്ള ബാഡ്ജിങ്. മറ്റേ ഫുൾ ഓപ്ഷനെക്കാട്ടിലും ഒന്നും കൂടെ ബെറ്റർ ആണിത്. അതിനകത്താണ് ഫുൾ ഓപ്ഷന് ഫുള്ളും വൈറ്റ് ആണ് വരുന്നത്. ഇതിനാകുമ്പോൾ ബേസ് മോഡലാകുമ്പോൾ ബ്ലാക്ക് കളറാണ് സീറ്റൊക്കെ വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ചെളിയൊന്നും ആകത്തില്ല. ബേസ് മോഡൽ താർ റോക്സിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന തന്നെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ബട്ടർഫ്ലൈ എന്ന് എംബ്ലമുള്ള പുതിയ മഹേന്ദ്രയുടെ എംബ്ലം. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വോളിയം കൺട്രോൾ ചെയ്യുന്നതിനും മ്യൂട്ട് ചെയ്യുന്നതിനും ഫോൺ എടുക്കാൻ പറ്റുന്നതിൻ്റെ കട്ടാനും ഓഫ് ചെയ്യുന്നതിൻ്റെ സ്വിച്ച് ഉണ്ട്. ക്രൂയിസ് കൺട്രോളില്ല. പിന്നെ വൈപ്പറിൻ്റെ സ്വിച്ചും കാര്യങ്ങളും, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ലോ ചെയ്യുന്നതിൻ്റെ. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ബീം കൂട്ടുന്നതിനും ഹൈ ബീം ആക്കുന്നതിനും ലോ ബീം ആക്കുന്നതും ആയിട്ടുള്ള 2 കൺട്രോളുണ്ട്. അതിൻ്റെ കൺസോളിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈൻമെൻ്റ് ആണ് വരുന്നത് ബേസ് മോഡലിന്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് പിടിപ്പിക്കുന്നതാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഹസാർഡ് കൺട്രോൾ 4 സൈഡും സ്വിച്ച് ചെയ്യുന്നത്. തൊട്ട് മുകളിൽ തന്നെ AC വെൻറ്റിനെ കൂളിങ് ചെയ്യുന്നതും ഹീറ്റ് ആക്കുന്നതും അതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും, പിന്നെ ഇത് ഓരോ മൂഡ് മാറ്റുന്നതിൻ്റെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫോഗ് ഇതാകുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ സ്വിച്ചുമാണ് വന്നിരിക്കുന്നത്. AC കൺട്രോൾ സ്വിച്ചാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ 2 AC വെൻ്റ് ഉണ്ട്, ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നല്ല ബലത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിലുണ്ട്. ചെറിയൊരു ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. മൊത്തം 4 AC വെൻ്റ് ഉണ്ട്.
പിന്നെ ഇപ്പുറത്തും സ്വിച്ചും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് പെട്രോൾ പമ്പിൽ പോയി നമ്മൾ ലിവർ വലിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ സ്വിച്ച് ഞെക്കിയാൽ മതി. പെട്രോൾ ടാങ്കിൻ്റെ അടപ്പ് ഓപ്പൺ ആകുന്ന പെട്രോൾ ടാങ്കും പോട്ടെ. ഇത് ഡീസൽ വണ്ടിയാണ്, 6 സ്പീഡാണ്. നടുക്ക് നമുക്ക് ഒരു ഹാൻഡ് റെസ്റ്റ് ഉണ്ട് കാണാം. അതിൻ്റെ തൊട്ട് ഇപ്പോഴത്തെ ഹാൻഡ് ബ്രേക്ക് ലിവർ. പിന്നെ നമുക്കിവിടെ ഫോണോ കാര്യങ്ങളോ വെക്കാം. ഇവിടെയും ഫോണോ കാര്യങ്ങളോ വെക്കാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് കാര്യങ്ങളും ഉണ്ട്. ഇവിടെ 4 സൈഡും പവർ വിൻഡോ ആണ്. പിന്നെ ഇവിടെ ഗ്ലാസ് വെക്കാൻ വേണ്ടി ഒരു കൺസോൾ വരുന്നുണ്ട്. ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല ബേസ് മോഡലിന്. സൺഷെയ്ഡിന് ലൈറ്റും കാര്യങ്ങളും ഇല്ല. 2 സൺഷെയ്ഡ് വന്നിട്ടുണ്ട്. അവിടെ ഒരു സൺഷെയ്ഡിന് ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് അല്ല വരുന്നത്. ഫുൾ ഓപ്ഷന് മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് വരുന്നുള്ള. സാധാ രീതി അങ്ങോട്ട് ഇങ്ങോട്ട് ടെൽറ്റ് ചെയ്യുന്നതാണ്. അടുക്കൊരു റൂഫ് ലാമ്പ് വരുന്നുണ്ട്. 4 സൈഡിലും നമുക്ക് ഹാൻഡിലുണ്ട്. തൊട്ട് 2 പുറകിലും സ്പീക്കറുണ്ട്. ഹുഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ 2 ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹുഡ് ഓപ്പൺ ആക്കാൻ പറ്റും. പിന്നെ ഇത് 2 സൈഡിലും ഓപ്പൺ ആവും. പിന്നെ ഇത് അത്യാവശ്യം നല്ല ബൾക്ക് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹുഡ് താങ്ങി നിർത്താനുള്ള ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ലിവർ ഇവിടെയാണ് ലോക്ക് ചെയ്യുന്നത്. അത് നമ്മൾ നേരെ ഇവിടെ സ്റ്റേ ചെയ്യണം. 4 സിലിണ്ടർ എൻജിനാണ് വരുന്നത്. എൻജിൻ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡീസലും ഉണ്ട്, ഒന്ന് ടെർബോയും ഉണ്ട്, പെട്രോളും ഉണ്ട്. പെട്രോൾ എന്ന് പറയുമ്പോൾ 1997 cc ആണ് വരുന്നത്. 4 സിലിണ്ടർ ആണ്, ടെർബോ ചാർജർ ആണ്. ഡീസൽ എൻജിൻ എന്ന് പറയുമ്പോൾ 2184 cc ആണ് വരുന്നത്. 4 സിലിണ്ടർ ടെർബോ ചാർജർ ആണ്. കാർ റോക്സിന് ബേസ് മോഡലും ഫുൾ ഓപ്ഷനും 226 ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വന്നിരിക്കുന്നത്. ഫുൾ ഓപ്ഷനും ബേസ് മോഡലിനും കോമൺ ആയിട്ട് പ്രൊജക്ടർ ലൈറ്റും ഉണ്ട്, ഫോഗ് ലാമ്പും ഉണ്ട്. മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ താർ റോക്സിന് പെട്രോളിനും ഡീസലിനും പെട്രോളിന് 12.4 ഡീസലിന് 15.2 മൈലേജ് കിട്ടുന്നത്. മഹേന്ദ്ര താർ റോക്സ് 2025 12 ലക്ഷം തൊട്ട് 23 ലക്ഷം വരെയാണ് വണ്ടിയുടെ വില. ഷോറൂം പ്രൈസാണ്. 18 വേരിയൻ്റ് ആണ് വരുന്നത്. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന MX1 RWD എന്ന് പറയുന്ന വണ്ടിയാണ്. AX7L ആണ് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറുടെ വണ്ടി ഞാൻ കാണിച്ചത്. അത് 4 വീൽ ഡ്രൈവ് ഫുൾ ഓപ്ഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.